ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കിളിമാനൂരിൽ ഒരു മാമ്പഴമേള നടക്കുന്നത് അറിഞ്ഞ് ഞാൻ ചെന്നതാണ്. ചെന്നപ്പോഴുണ്ടില്ലേ അവിടെ മാമ്പഴമേള മാത്രമല്ല, അവിടെ വേറെയും കുറച്ച് കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ടിക്കറ്റിന് വെറും 30 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെയാണ് പോയത്. നമ്മൾ 3 പേരുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ ചെന്ന് നോക്കിയത് ഫാൻസി ഐറ്റങ്ങളിലായിരുന്നു കേട്ടോ. ക്യൂടെക്സ്, കുപ്പിവള, സ്ലൈഡ്, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഓരോന്നൊക്കെ എടുത്ത് നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ വന്നത് കമ്മലുകളുടെ സെക്ഷനിലാണ്. കമ്മലെന്ന് പറയുമ്പോൾ ജിമിക്ക ഉണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്. ജിമിക്ക എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വലിയ ജിമിക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സെറ്റ് സാരിക്കൂടെ ഇടാനും അല്ലാതെ സാരിക്കൂടെയൊക്കെ ഇടാനൊക്കെ ഉള്ള നല്ല നല്ല വെറൈറ്റി മോഡലുകളുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും നല്ല കളക്ഷനായിരുന്നു. അതുപോലെ തന്നെ സ്ലൈഡ്, പൊട്ട്, പല പല വെറൈറ്റി ഐറ്റങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല, ചുമ്മാ ഇതിൻ്റെയൊക്കെ ഭംഗി നോക്കിയിട്ട് ഇനി വന്നു. പിന്നെ മാമ്പഴ സെക്ഷനായിരുന്നു. പലതരത്തിലുള്ള മാമ്പഴങ്ങളുണ്ടായിരുന്നു, പല തരത്തിൽ, പല ടേസ്റ്റിൽ. പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി കണ്ടിട്ട് ഇനി വന്നു. പക്ഷെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളായിരുന്നു. പക്ഷേ മാമ്പഴത്തിൻ്റെ റേറ്റൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നി. വെളിയിൽ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരു 10 രൂപയും കൂടെ കുറച്ച് കിട്ടുന്നത് പോലെ നമുക്ക് തോന്നിയായിരുന്നു. എന്നാലും പക്ഷേ ഫ്രഷ് സാധനങ്ങളാണ്, എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളും. മാമ്പഴ ജ്യൂസൊക്കെ അവിടെ അപ്പോഴും തന്നെ ഫ്രഷ് അടിച്ച് തരും നമുക്ക്. ഇനി ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പെറ്റ്സുകളാണ്. എനിക്ക് സത്യത്തിൽ മനുഷ്യരെക്കാട്ടി ഇഷ്ടം ഈ ജീവജാലങ്ങളെയാണ് കേട്ടോ. ഈ ജീവികളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിവരെ സ്നേഹിക്കാനും തലോടാനും ലാളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മിണ്ടാപ്രാണികളോട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ് മനുഷ്യരെക്കാട്ടി. കാരണം ഇവർക്ക് സ്നേഹമെന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായ സ്നേഹമാണ്. ഇവരൊന്നും നമ്മളെ ചതിക്കത്തില്ല. തിരിച്ച് നമ്മളെ സ്നേഹിച്ചാലും അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും. അതുപോലെ തന്നെ കൂടെ നിന്ന് പാര വെപ്പോ അങ്ങനെയൊന്നുമില്ലല്ലോ ഇവർക്ക്. കാരണം ഇവർ അല്പായുസുള്ള ജീവികളല്ലേ. അപ്പോൾ നമുക്ക് ഇവരെ സ്നേഹിക്കാനും തലോടാനും കൊഞ്ചിക്കാനൊക്കെ തോന്നുമല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ജീവികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും. തത്ത, കിളികൾ, അങ്ങനെയുള്ളത് എല്ലാം. എനിക്ക് ഒരു മിണ്ടാപ്രാണിയെ മാത്രം എനിക്കിഷ്ടമെന്നല്ല പറയുന്നത്, എനിക്ക് എല്ലാ മിണ്ടാപ്രാണിയും ഇഷ്ടമാണ്. പക്ഷേ ഈ പല്ലി, പാറ്റ, പാമ്പ് അതൊന്നും ഇഷ്ടമല്ല. ഈ ബേഡ്സിൻ്റെ കൂട്ടിൽ ജോഡിയായിട്ടാണ് എല്ലാവരും ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പൂച്ച, പിന്നെ കോഴി, അങ്ങനെയുള്ള ഐറ്റങ്ങളിലൊക്കെ സിംഗിളായിട്ടുണ്ടായിരുന്നു. ഈ ബേഡ്സിലൊക്കെ ഫുള്ള് ജോഡിയായിരുന്നു കേട്ടോ. അവരൊക്കെ നല്ല എൻജോയ് ചെയ്തൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു, ഫുഡൊക്കെ കഴിച്ച്. നല്ല നല്ല പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല പ്രാവുകൾ കണ്ടോ. ഇവർ കണ്ടോ സ്നേഹിക്കുന്നത് കണ്ടോ, പേനൊക്കെ കൊന്നു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവരും ജോഡികളായിട്ടാണ് ഇരുന്നത്. പ്രാവും എല്ലാം ജോഡികളായിട്ടായിരുന്നു കേട്ടോ ഇരുന്നത്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തത്ത എനിക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവനെ നിർത്തി ഫോട്ടോ എടുക്കണമെങ്കിൽ 100 രൂപ വേണമെന്നൊരു പറഞ്ഞു. പക്ഷേ നമുക്ക് 100 രൂപ കൊടുത്ത് നമുക്ക് ഇവനെ ഫോട്ടോ എടുക്കേണ്ടെന്ന് വിചാരിച്ച്. ഇതാണ് കേട്ടോ. അപ്പോൾ ഇവനെ ഫോട്ടോ എടുക്കേണ്ടെന്നൊക്കെ നമ്മൾ വിചാരിച്ച്. നമ്മൾ പറഞ്ഞ് നമ്മളതിൽ 100 രൂപ എടുക്കാനില്ല, 50 രൂപയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെറിയ തത്തേനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചു തത്തേനെ എടുത്ത് നമ്മൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഈ 2 കിളികളാണെങ്കിൽ എൻ്റെ ഷർട്ടിൽ ബട്ടൺസൊക്കെ നുള്ളി എടുക്കാനൊക്കെ ശ്രമിച്ച്, കാതിലെ കമ്മലിൽ ഒക്കെ കുത്തി ഇളക്കാനൊക്കെ ശ്രമിച്ച്. പക്ഷെ ഭയങ്കര കടിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കയ്യിൽ കൊത്തൊക്കെ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇവർ വന്ന് നല്ലതുപോലെ എന്നെ നോവിക്കാറുണ്ടായിരുന്നു.
പിന്നെ ഞാൻ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ അനങ്ങാതിരുന്ന് ഇടയ്ക്കിടയ്ക്ക് വേദനിക്കുമ്പോഴത്തേക്ക് ഞാൻ വിളിയൊക്കെ വിളിക്കാറുണ്ട്. ഇത് ഇഗ്വാനയാണ് കേട്ടോ. ഇത് വലിയ ഇഗ്വാനയാണ്. 2 എണ്ണം കൂട്ടിക്കിടന്നായിരുന്നു. 2-3 എണ്ണം 3-4 കളറ് ഉള്ളത് ഇഗ്വാനകൾ കിടന്നായിരുന്നു. അയ്യോ, ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നു. പക്ഷേ ഇവർ പറഞ്ഞെടുത്ത് കയ്യിൽ തരാമെന്ന് പറഞ്ഞ്. നമ്മൾ പറഞ്ഞ് വേണ്ടെന്ന്. പിന്നെ 2 തരം പൂച്ച ഉണ്ടായിരുന്നു. അവനെ നോക്കാൻ പോലും വയ്യ. പിന്നെ കോഴി, എൻ്റെ അമ്മയെ കയ്യിലൊരു കൊത്തും കിട്ടി കണ്ട. പിന്നെ ഇത് പിന്നെ തിരിഞ്ഞാണ് നിന്നത്. ഇവരും തിരിഞ്ഞ് നിന്ന്. മറ്റവൻ മാത്രം ഇത് ചട്ടമ്പിയായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ സിംഗിളായിട്ടാണ് കിടന്നത് കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇവനും കൊത്തണോ എന്ന് ആലോചിച്ചതേ ഉള്ളൂ. മറ്റവൻ കൈ കൊടുത്തപ്പോൾ തന്നെ കൊത്തി തന്നു. ഇവന് പിന്നെ കൊത്തിക്കോളാൻ വയ്യാതെ നിൽക്കുകയാണ്. അതാണ് കൈ അടുത്തോട് ചെല്ലുമ്പോഴേ കണ്ട കൊത്താനായിട്ട് അവൻ നിന്ന്. പക്ഷെ നമ്മൾ ചുമ്മാ അവനെ കളിപ്പിച്ച് കേട്ടോ. അവന് ദേഷ്യം വന്ന്. നമ്മളവനെ പറ്റിക്കണമെന്ന് മനസ്സിലായോണ്ടാവും പിന്നെ അനങ്ങാതെ നിന്ന്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ദാണ്ട് ഈ ലാസ്റ്റ് കിടക്കുന്നതാണ്. അത് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. നല്ല ഗോൾഡ് കളറിലുള്ള നല്ല ഭംഗിയുള്ളൊരു കോഴിയെ പോലത്തെ ഒരു കിളിയായിരുന്നു. എൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചായിരുന്നു. ഞാനത് നോട്ട് ചെയ്തില്ലായിരുന്നു. പക്ഷേ നല്ലതായിരുന്നു. അത് ആൾ സൈലൻ്റ് ആയിരുന്നു. ചുമ്മാ കിടക്കുകയായിരുന്നു. നമ്മൾ ചെന്ന് കുത്തി എണീപ്പിച്ച് അതിൻ്റെ ഉറക്കമൊക്കെ കിടത്തി. പിന്നെ നമ്മൾ ഐസ്ക്രീം സെക്ഷനിൽ വന്ന് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ മാമ്പഴ പായസം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിഷ്ടപ്പെട്ടത് പാനിപൂരി ആയിരുന്നു. വന്നപ്പോഴേ നമ്മൾ നോട്ടമിട്ട് വെച്ചത് പാനിപൂരിയാണ്. അപ്പോൾ നമ്മൾ പാനിപൂരി കഴിക്കാമെന്ന ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മൾ പാനിപൂരിയാണ് കഴിക്കാൻ അങ്ങനെ ഒരു പ്ലേറ്റ് പാനിപൂരിക്ക് 50 രൂപയാണ്. നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം കഴിച്ചിട്ട് അതിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ച് ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സന്ധ്യയും ഞാനും പിന്നെ നമ്മുടെ മഞ്ജുവും കൂടെ കഴിച്ചു. സൂപ്പറായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. നല്ല സോസൊക്കെ ഒഴിച്ച് നമ്മൾ നല്ലതായിട്ട് കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.